ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്ക കൊണ്ടുള്ള ഒരു എരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചക്കയെല്ലാം അരിഞ്ഞ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചക്കക്കുരും അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ചക്ക വേവുന്നതിനാവശ്യമായ വെള്ളവും ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചക്ക വേവുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു 4 അല്ലി ചെറിയുള്ളി, അതോടൊപ്പം 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ചക്ക കുക്കർ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ എയർ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കയ്യിൽ കൊണ്ട് കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കയിലേക്ക് തേങ്ങയെല്ലാം പിടിച്ച് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു വറവിനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക എരിശ്ശേരി തയ്യാറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം.